സാധാരണക്കാരായ ഒരാൾക്ക് UAE പോയിട്ട് ലാൻഡ് മേടിക്കാൻ പറ്റും. മലയാളികൾ എന്നല്ല ഏത് നാഷണാലിറ്റിക്ക് വേണമെങ്കിലും UAE ഫ്രീ ഹോൾഡ് ആയിട്ട് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. എന്തുകൊണ്ടാണ് UAE ഇത്രയധികം ആളുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്? അതിൻ്റെ മെയിൻ റീസൺ ടാക്സ് ഇല്ല. ഇവിടെ നമ്മൾ വർഷം ടാക്സ് പേ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾ എത്ര മില്യൺ ദിറംസിൻ്റെ പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞാലും വർഷം ടാക്സോ മറ്റുള്ളതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് പല ആൾക്കാരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാട്ടിലിരുന്നുകൊണ്ട് UAE എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? നമുക്ക് ഏത് പ്രോപ്പർട്ടി ആണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നല്ല വരുമാനം വരുന്ന അല്ലെങ്കിൽ നല്ല റെൻ്റൽസ് കിട്ടുന്ന ഏരിയയിൽ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടും. പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE തന്നെ ഫസ്റ്റത്തെ AI റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അത് ഒരു ടൗൺഷിപ്പ് പോലെയാണോ? അതെ, അതിനകത്ത് എല്ലാം ഉണ്ട്. ഓഫീസ് സ്പേസ് നമുക്ക് ഫ്രീ ഹോൾഡ് ആയിട്ട് ഓൺ ചെയ്യാം. ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഓൺ ചെയ്യാം, അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ ഹെഡ് ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിന് ആ ഓഫീസ് സ്പേസ് ഫ്രീ ഹോൾഡായി എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ അത് പാർട്ടീഷൻ ചെയ്ത് ചെറിയ വർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് അവർക്ക് റെന്റ് ഔട്ട് ചെയ്യാം. സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേറെ സമാധാനം തന്നെയാണ്. ഇപ്പം അവിടെ രാജഭരണം ആണെങ്കിൽ കൂടിയും ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതേ ചെയ്തേ നിങ്ങളിവിടെ ജീവിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. കമ്മീഷൻ മാത്രം എൻ്റെ മൈൻഡിൽ ഉണ്ടായാൽ പോരാ, അവർക്ക് അതുകൊണ്ട് എന്ത് ലാഭം കിട്ടും, അല്ലെങ്കിൽ നാളെ ആ ഒരു പ്രോപ്പർട്ടി എടുത്തതിൻ്റെ പേരിൽ നാളെ അവർ ദുഃഖിക്കാൻ പാടില്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ വരുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ നടന്മാരും നടിമാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും ഒരേപോലെ ഉപകരിക്കുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഈ അതിഥി എത്തിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ദുബായിലായിക്കോട്ടെ UAE എവിടെയെങ്കിലും ഒരു ലാൻഡ് മേടിക്കണമെങ്കിൽ പലർക്കുള്ള ടെൻഷനാണ്. ലാൻഡ് മേടിക്കണമെങ്കിൽ അതുമായി പ്രോപ്പർട്ടീസ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആരെ കാണണം എന്നുള്ള പല ടെൻഷനുണ്ടാവും. ഇനി അങ്ങനെ മേടിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പല ടെൻഷനുണ്ടാവും. എല്ലാവർക്കും ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബിസിനസ് ഉണ്ട്. എല്ലാം നമുക്ക് എന്തായാലും ഈ ഷോയിൽ കൂടി പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ആ ലാൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ പറ്റിയ ഒരാൾ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട്. ഫാത്തിമ നസറിൻ, നമസ്കാരം. നമസ്കാരം. എന്തായാലും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സാധാരണക്കാരായ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മലയാളിക്ക് നമുക്ക് UAE പോയിട്ട് ലാൻഡ് മേടിക്കാൻ പറ്റും? UAE മലയാളികൾ എന്നല്ല ആർക്ക് വേണമെങ്കിലും, അതർ നാഷണാലിറ്റി. ഇപ്പോൾ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെറും GCC അറബ്സിന് മാത്രമായിരുന്നു ഫ്രീ ഹോൾഡ് ആയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓൺ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ ഏത് നാഷണാലിറ്റിക്ക് വേണമെങ്കിലും UAE ഫ്രീ ഹോൾഡ് ആയിട്ട് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. മുന്നേ നമുക്ക് പർച്ചേസ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് എങ്ങനെ വെച്ചാൽ ഒരു 50 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 100 ഇയേഴ്സ് 99 ഇയേഴ്സ് ഒക്കെയാണ് ലീസിന്. അതാവുമ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ കാര്യമായിട്ട് ഒന്നും റെനോവേഷനോ അല്ലെങ്കിൽ നമുക്കല്ല അതിൻ്റെ അധികാരം വരുന്നത്. ആരാണോ അതിൻ്റെ ഡയറക്റ്റ് ഓണർ അവരുടെ അണ്ടറിലായിരിക്കും. നമ്മളത് ഇത്ര വർഷത്തിന് റെന്റിന് എടുത്ത് ചെയ്യുന്നു മാത്രം. അതെ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഫ്രീ ഹോൾഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ട്രാൻസ്ഫർ മാറ്റി കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പരിപാടി. കാരണം വർഷങ്ങളായിട്ട് UAE ഉള്ള ആളുകളുണ്ട്. സ്വന്തമായിട്ട് വീട് മേടിച്ച് അവിടെ താമസിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് പറ്റും. അത് കയ്യിൽ അത്രയും മില്യൺസ് കയ്യിലുള്ളവർക്ക് മാത്രമല്ല. ഇപ്പോൾ ബേസിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ ആവറേജ് പീപ്പിളിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾക്കുള്ള അത്രയും എമൗണ്ട് നമ്മളൊരു റെൻറ്റിന് എന്നുള്ള രീതിയിൽ അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഒരു വർഷത്തിൽ. അതിൻ്റെ പിന്നെ അത് കൂടാതെ നമുക്ക് കറണ്ട് ബില്ല്, മറ്റുള്ള എക്സ്പെൻസസ് എല്ലാം കൂടെ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മൾ ആ നാട്ടിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ റെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഒരു ഫ്രീ ഹോൾഡ് ആയിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെന്റ് നമുക്ക് ലാഭിക്കാം. ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. അതിന് ഏകദേശം ഒരു 28,000 ഒക്കെയാണ് ഇയർലി റെന്റ് വരുന്നത്. അത് കൂടാതെ നമ്മുടെ ബാക്കിയുള്ള എക്സ്പെൻസസ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കൺവേർട്ട് ചെയ്താൽ തന്നെ മനസ്സിലാവും എത്ര ലക്ഷമാണ് നമുക്കൊരു വർഷം നമ്മുടെ നാട്ടിൽ നമ്മൾ റെന്റ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൈസ കയ്യിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അത് ആലോചിച്ച് കഴിഞ്ഞാൽ തല കറങ്ങും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ഹോൾഡ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്.
ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ റെന്റ് കൊടുത്ത് താമസിക്കുന്ന ആൾക്കാർ ശരിക്കും ആക്ച്വലി ആ പൈസ മാറ്റി വെച്ച് ഇയർലി ഒരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അതെ അതെ. നാട്ടിലിരുന്നുകൊണ്ട് UAE എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? ജസ്റ്റ് നമുക്കിപ്പോൾ അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട്, നാഷണൽ ID ഏതാണോ, ഒരു ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. വേറെ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മറ്റു സോഴ്സോ കാര്യങ്ങളോ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് പ്രോപ്പർട്ടി ആണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നല്ല വരുമാനം വരുന്ന അല്ലെങ്കിൽ നല്ല റെൻ്റൽസ് കിട്ടുന്ന ഏരിയയിൽ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടും. അത് നമുക്ക് മന്ത്ലി ആയിട്ട് കൊടുക്കാം, ഡെയിലി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് Airbnb മറ്റുള്ള അങ്ങനത്തെ ഒരുപാട് സൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇയർലി റെൻറ്റിന് കൊടുക്കാം. ഒരുപാട് വഴികളുണ്ട്. കാരണം അവിടെ ഇപ്പോൾ UAE നിലവിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കത്തി നിൽക്കുന്ന ടൈം. ഈവൻ ഇപ്പോൾ ഈ വാറിൻ്റെ ഇടയിലും ഏജൻസ് വീഡിയോ ചെയ്യുന്നതിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പോഴും ആളുകൾ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും ബില്യൺസിൻ്റെ ട്രാൻസാക്ഷൻ ആണ് UAE റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലയിൽ നിന്നും ഉണ്ട്, അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് അവിടെ കുറെ നാൾ നിൽക്കുന്ന ഒരാൾക്കാണോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഓപ്പറേറ്റ് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം? ഇപ്പൊ നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ അതർ GCC കൺട്രീസ് ആണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും അവിടെ PR ഉള്ള ആൾക്കാർ വരെ UAE ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം ഇത്ര റെന്റ് അവിടെ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ വിസ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ മിനിമം 2 മില്യണിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഗോൾഡൻ വിസ അല്ലെങ്കിൽ റെസിഡൻസ് വിസ ഇതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എനിക്ക് ഒരു ലാൻഡോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ മേടിക്കണമെങ്കിൽ ഫാത്തിമയായിട്ട് കണക്ട് ചെയ്താൽ മതിയോ? കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഏജൻ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ ഷാർജയിലെ ഒരു ഡെവലപ്പറിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ഹോൾഡായിട്ട് ലാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ഥലം, നാട്ടിലത്തെ പോലെ സ്ഥലം നമുക്ക് റെസിഡൻഷ്യൽ ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് ബിൽഡിങ്ങിനുള്ളതാണെങ്കിലും ശരി, വില്ലക്കുള്ളതാണെങ്കിലും ശരി. ഇപ്പോൾ ഞങ്ങൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓഫ് പ്ലാൻ അപ്പാർട്ട്മെന്റ്സ് ആണ്. അത് ഒരു 2028 ആകുമ്പോഴേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ്. പേയ്മെന്റ് വരുന്നത് ഏകദേശം ഒരു 30/60 അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് 10% ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി ഒരു 3000 ദിറംസ് 4000 ദിറംസ് ഒക്കെ മന്ത്ലി വെച്ച് അടക്കുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് വരുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ എല്ലായിടത്തും വില്ല, അതുപോലെ തന്നെ ടൗൺ ഹൗസ്, അപ്പാർട്ട്മെൻറ്റ്സ് ഇതൊക്കെ ഫ്രീ ഹോൾഡായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇനി വരുന്ന ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫീസ് സ്പേസ് നമുക്ക് ഫ്രീ ഹോൾഡായിട്ട് ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ഇതിപ്പോൾ നിങ്ങൾ റെൻറ്റിന് എടുത്തതായിരിക്കും. അപ്പോൾ ആ ഒരു റെൻറ്റ് നിങ്ങൾക്ക് ഇത്ര ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പല എക്സ്പെൻസും കൂടാതെ ഈ റെൻറ്റും ഒരു എക്സ്ട്രാ എമൗണ്ട് ആണ്. പക്ഷെ ഫ്രീ ഹോൾഡ് ആയിട്ട് നമ്മൾ ഓഫീസ് സ്പേസ് എടുക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അത് ഫ്രീ ഹോൾഡ് ആയിരിക്കും, നമ്മൾ അതിന് റെൻറ്റ് കൊടുക്കണ്ട, അല്ലെങ്കിൽ വേറൊരു ഓണറിൻ്റെ കീഴിലുള്ളതല്ല നമ്മൾ എടുക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ ആ ഓഫീസ് സ്പേസ് ഇപ്പോൾ ഒരു 1700 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആ സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്പേസ് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും. അതിപ്പോൾ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഓൺ ചെയ്യാം, അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ ഹെഡ് ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിന് ആ ഓഫീസ് സ്പേസ് ഫ്രീ ഹോൾഡായി എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ അത് പാർട്ടീഷൻ ചെയ്ത് ചെറിയ വർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് അവർക്ക് റെന്റ് ഔട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിനകത്ത് ഒരു സ്പേസ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെയും കിട്ടും അല്ലേ? അത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വില്ല, ടൗൺ ഹൗസ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഓഫീസ് സ്പേസ് നമുക്ക് ഫ്രീ ഹോൾഡ് ആയിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE തന്നെ ഫസ്റ്റത്തെ AI റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതായത് അവിടെ വർക്കിംഗ് സ്പേസ്, കൊമേഴ്ഷ്യൽ ഹബ്ബ്, അവിടെ എല്ലാം നമുക്കിപ്പോൾ ഈവൻ ഒരു വർക്കിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന് സ്കോപ്പ് ഉണ്ട്. കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോൾ ഒരു കഫേ ആണെങ്കിൽ അതിന് വർക്കിംഗ് സ്പേസ് ഫ്രീ ഹോൾഡ് ആയിട്ട് നമുക്ക് ഒരു ഈവൻ ഒരു വലിയൊരു കമ്പനി ആണെങ്കിലും അവരുടെ ഹെഡ് ഓഫീസ് വരെ അതിനകത്ത് ചെയ്യാൻ പാകത്തിനാണ് നമ്മളിപ്പോൾ പുതിയ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ അപ്പോൾ അത് വലിയ വലിയ ഗ്രൂപ്പ്സിനാണെങ്കിലും ചെറിയ ഒരു സ്ഥാപനത്തിനാണെന്നുണ്ടെങ്കിലും അവർക്ക് ഫ്രീ ഹോൾഡ് ആയിട്ട്, അതായത് ഒരു ചെറിയൊരു ചെറിയൊരു സ്പേസിന് തന്നെ ഏകദേശം 5 ലക്ഷം ദിറംസ് ഒക്കെ റെന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അത്രയും നല്ലൊരു സ്ഥാപനമാണെങ്കിൽ. അപ്പോൾ ആ റെന്റൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ ലാഭിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? തീർച്ചയായിട്ടും. ഞാൻ പറയും ഇപ്പോൾ ഈ ഹോട്ടലുകൾ കൂടുതലും നമ്മൾ ഇവിടുന്ന് ആളുകൾ വന്നിട്ട് അവിടെ ഇപ്പോൾ കഫേ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ഓൺ പ്രോപ്പർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതല്ലേ? അതെ, ഏറ്റവും നല്ലത് അതാണ്. കാരണം മെയിൻ ആയിട്ട് ഈ റെന്റിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി അങ്ങനെ തുടങ്ങണമെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ നമ്മളിവിടെ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കോർപ്പറേഷൻ ഇങ്ങനെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. ഇത് അവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. മെയിൻ ആയിട്ട് നല്ല വരുമാനം കിട്ടുന്ന ഏരിയ, അതുപോലെ തന്നെ അങ്ങനത്തെ ഏരിയ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് തന്നെയാണ്. അപ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള റെന്റ് കൊടുക്കണം. ഇനി അധികം ആൾക്കാരും തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ അപ്പോൾ റെന്റ് കുറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ദുബായ് എമിറേറ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഷാർജ. ഈവൻ അബുദാബിയിലാണെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ലിമിറ്റഡ് ആണ്. ഷാർജയും അതുപോലെ തന്നെ ലിമിറ്റഡ് ആണ്. അതായത് ഷാർജയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 ഡെവലപ്പേഴ്സാണ് ആകെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ ദുബായിൽ അങ്ങനെയല്ല. ദുബായിൽ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. കാരണം അത്രയും ആളുകൾ ദുബായിലുണ്ട്. അവർക്ക് പറഞ്ഞ പോലെ ഏത് ചൂസ് ചെയ്യണം, ഏത് ഏരിയ എന്നുള്ളത്, നല്ല ഏരിയനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും റിട്ടേൺസ് കിട്ടുന്ന മൈൻഡുള്ള ആൾക്കാർ അവർക്കറിയാം എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും എന്നുള്ളത്. ഈ പറയുന്ന പോലെ നമുക്ക് ഈ EMI സൗകര്യങ്ങൾ അതേപോലത്തെ സൗകര്യങ്ങൾ അവിടെ അവൈലബിൾ ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അത് ഇപ്പം ഞങ്ങളത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പേയ്മെന്റ് പ്ലാനിലാണ് നമ്മൾ പ്രോജക്ട്സ് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് വേണം, നമുക്ക് ഏകദേശം ഒരു 5,50,000 ദിറംസ് തൊട്ടിട്ടാണ് നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 10% നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി വരുന്നത് പേയ്മെന്റ് വരുന്നത് ഒരു 35/65 അല്ലെങ്കിൽ 30/60 അങ്ങനെയാണ് വരിക. അപ്പോൾ ആ 10% കഴിച്ച് ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് ഡ്യൂറിങ് ഈ കൺസ്ട്രക്ഷൻ ടൈമിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാം. ബാക്കി വരുന്നത് നമുക്ക് ഒന്നിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആ ടൈമിൽ മോർഗേജ് വെച്ചിട്ട് നമുക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ പേഴ്സണൽ യൂസിനല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ടാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ പീരീഡിനുള്ളിൽ ഒരു 40% കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്കത് റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴേക്കും അതിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു പ്രൊജക്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഒരു ടൗൺഷിപ്പ് പോലെയാണോ? അതെ, അങ്ങനെയാണ് മൊത്തത്തിൽ. അതിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോഴേ നമുക്ക് വിളിച്ച് എല്ലാം ബുക്ക് ചെയ്യാനുള്ള. അത് ഇപ്പം ഞങ്ങൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല, ഓൺഗോയിങ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ EOI ആണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 200K ദിറംസ് നമ്മൾ അതിൻ്റെ EOI മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ ആർക്കാണോ താല്പര്യം, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കൊടുത്ത് അത് ബുക്ക് ചെയ്തിടാം. നല്ല യൂണിറ്റ് സെലക്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ഇതിന്റെ മാപ്പും കാര്യങ്ങളും സ്കെച്ച് എല്ലാം നിങ്ങൾ അയച്ചു കൊടുക്കും. അപ്പം എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത് അല്ലേ? ഇപ്പം ദുബായിലൊക്കെ സ്വന്തമായിട്ടൊരു ലാൻഡ് ഉണ്ടെന്ന് പറയുന്നത്, ബിൽഡിംഗ് ഉണ്ടെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഞാനൊക്കെ ഗൾഫിൽ മുന്നേ പോണ സമയത്ത് കാരണം നമ്മുടെ നാട്ടിലത്തേനേക്കാളും ഡിഫറെൻ്റ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. കാരണം അത് പല കാര്യങ്ങളിലായിക്കോട്ടെ, അപ്പോൾ അവിടെ പോയവർക്ക് അറിയാം, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നിയമമാണെങ്കിലും മറ്റുള്ള കാര്യമാണെങ്കിലും എല്ലാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചെന്ന് അവിടെ അത് കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ഉള്ളിൽ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ പേഴ്സണലി എനിക്ക് ചിന്ത വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് എന്നാണാവോ താമസിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോഴും ഞാൻ അതിന് ഓക്കെ ആണെന്നല്ല പറയുന്നത്. അതായത് എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിലാണ് എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട്, ഇപ്പോൾ ലാഭമാണെങ്കിലും ശരി, മനസ്സമാധാനമാണെങ്കിലും ശരി, എല്ലാം കൊണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു, ഇനിയിപ്പോൾ പേഴ്സണൽ യൂസിനാണെങ്കിലും നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇതാണ്. നമുക്ക് ഇപ്പോൾ അവിടെ ലാൻഡ് മേടിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പറയുന്നത്, ഈ ഓരോ സമയത്ത് വരുന്ന മാറ്റങ്ങൾ, ഗവൺമെന്റിന്റെ ഓരോ മാറ്റങ്ങൾ
ഇപ്പൊ ഒരു നിലവിലൊരു നിയമം വന്നിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്ത് താമസിക്കുന്ന ആളുകളോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് അപ്രൂവൽ. അത് ഓൾറെഡി അങ്ങനെ ഉണ്ട്. അതായത് ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ ഇത്ര ആൾക്കാർ നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റൂം എടുക്കുമ്പോൾ ഇപ്പം എൻ്റെ പേരിലായിരിക്കും ഞാൻ റൂം എടുക്കുന്നത്, അല്ലാതെ ഇപ്പോൾ ഈ പാർട്ടീഷനിൽ നിൽക്കുന്ന അത്രയും ആൾക്കാരുടെ പേരൊന്നും ആ ടെനന്റിൽ അതിലുണ്ടാവില്ല. അപ്പോൾ അതെന്ന് പറയുമ്പോൾ മറ്റുള്ള പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ആ ഒരു പാർട്ടീഷൻ സംഗതി അത് ഗവൺമെൻറ് അറിയാതെ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ ആ പാർട്ടീഷൻ ചെയ്ത് അവിടെ ഒരാൾ ബെഡ് സ്പേസിന് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ നിന്നും വരെ 1000-1500 ദിർഹംസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു 1 ബെഡ്റൂം 2 ബെഡ്റൂം എടുത്ത് നിൽക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ പറയാനുണ്ട്. അവരെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എത്ര അവർ റെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 550 ദിർഹംസ് എങ്കിലും ഇല്ലാതെ നമുക്കൊരു ബെഡ് സ്പേസിൽ കയറാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ഫാമിലിനൊക്കെ ഇപ്പൊ ഈ ഗോൾഡൻ വിസയുടെ കാര്യമൊക്കെ പറയാം, അതൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടോ? അത് ഗോൾഡൻ വിസക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ 2 മില്യൺ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ വിസ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 വർഷം കൂടുമ്പോൾ റെസിഡൻസ് വിസ എടുക്കാം, ഇൻവെസ്റ്റർ വിസ എടുക്കാം. ഇപ്പൊ ഇനി അവിടെ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മുടെ ഇവിടെയുള്ള നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുടെ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ദുബായിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്, എത്രയും സ്പീഡിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഗുണം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിന്റെ ഫോളോ അപ്പും എന്തായാലും 100% നമുക്ക് ഉറപ്പാണ്. ഓക്കെ. കാരണം ഞാൻ എല്ലാവരുടെ കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, നമ്മൾ ഇവിടെ ആണെങ്കിലും UAE-യിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ അധ്വാനിക്കുന്ന പൈസ എവിടെയെങ്കിലും കൊണ്ടിടുമ്പോൾ അതിനൊരു വാല്യൂ. അതിപ്പോൾ ഞാൻ വേറൊരാളുടെ ക്യാഷ് എനിക്ക് കമ്മീഷൻ മാത്രം എൻ്റെ മൈൻഡിൽ ഉണ്ടായാൽ പോരാ, അവർക്ക് അതുകൊണ്ട് എന്ത് ലാഭം കിട്ടും, അല്ലെങ്കിൽ നാളെ ആ ഒരു പ്രോപ്പർട്ടി എടുത്തതിൻ്റെ പേരിൽ നാളെ അവർ ദുഃഖിക്കാൻ പാടില്ല. കാരണം ഞാൻ ദുബായ് ആണ് അല്ലെങ്കിൽ UAE ആണ്, നമ്മൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച എവിടെയെങ്കിലുമൊക്കെ പറ്റും. അപ്പോൾ അത് പറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വെക്കണം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മറിച്ച് വിൽക്കാനെങ്കിലും സ്കോപ്പുള്ള ഏരിയയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം. അല്ലാതെ വെറുതെ കുറച്ച് മില്യൺസ് കൊണ്ടിട്ട് അവിടുന്ന് ഒന്നും എടുക്കാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളിട്ട പൈസ അതിലെന്താ കാര്യമുള്ളത്? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയ ആണ്. പല പ്രോജക്ട്സും ഉണ്ട്, പല ഡെവലപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എടുക്കാൻ പറ്റും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറിച്ച് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സേഫാണ്, എല്ലാം കൊണ്ടും സേഫാണ്. നമ്മൾ എടുക്കുന്ന ലാൻഡിൽ നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് പൊളിച്ച് പണിയാനുള്ള ഒരു നിയമസാധ്യത അവിടെ ഉണ്ടോ? ഇപ്പം നമ്മുടെ പേരിലുള്ള ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്പറിൻ്റെ കീഴിൽ വരുന്ന കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അത് പൊളിച്ച് പണിത് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത് ആ ലാൻഡിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക, റെനോവേഷനും കാര്യങ്ങളൊക്കെ. കാരണം ലാൻഡ് ഓൾറെഡി നിങ്ങളുടെ പേരിൽ രജിസ്റ്റേർഡ് ആണ്, വില്ല കംപ്ലീറ്റ് ചെയ്തതും നിങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റെനോവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽസ് മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ്, ഇപ്പോൾ ഞങ്ങളുടേത് ഫസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു, ആ കമ്മ്യൂണിറ്റിയിൽ ലാൻഡ് എടുക്കുമ്പോൾ ഓരോ സോണിലും ഓരോ തീമാണ്. ക്ലാസിക്, അതുപോലെ തന്നെ സെമി ക്ലാസിക്, പിന്നെ ലാസ്റ്റ് സോണിൽ വരുന്നത് മോഡേൺ ആണ്. അപ്പൊ മോഡേണിൽ ഏത് തീം വേണമെങ്കിലും അവർക്ക് ചെയ്യാം. ഉള്ളിലെ റെനോവേഷന് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഈവൻ അത് പൊളിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും ചെയ്യാം. പക്ഷെ മോഡേൺ തീമായിരിക്കണം. ചെറിയ റെസ്ട്രിക്ഷൻസ് വരുന്നതുണ്ട്, അല്ലാതെ കംപ്ലീറ്റ്ലി നമുക്ക് 100% നമ്മുടെ ഇഷ്ടത്തിന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടികളും ഉണ്ട്. നമ്മൾ ഈ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന പോലെ പാർട്ട്ണർഷിപ്പിലും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇത്രയും നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ, ഒരു 10, 15, 20 ആൾക്കാരൊക്കെ ജോയിന്റ് ആയിട്ട് നിന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലാഭം അവർ ഒന്നിച്ചെടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ ഒന്നിച്ച്. ഒരാൾക്ക് മാത്രമായിട്ട് മേടിക്കണമെങ്കിൽ ഇപ്പോഴേ മേടിച്ചിട്ട് നല്ലതാണ്. കാരണം ദിനംപ്രതി അവിടെ ഇപ്പം UAE എന്ന് പറയുമ്പോൾ ഇപ്പൊ ബിഗ് ടിക്കറ്റ് ആൾക്കാർ എത്രയോ ആൾക്കാർ ഷെയർ ആയിട്ട് എടുക്കുന്നുണ്ട്. അത് അടിക്കോ ഇല്ലെന്ന് ഉറപ്പുണ്ടായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്. ഒരു ടിക്കറ്റിന് ഏകദേശം 500 ദിർഹംസ് വരുന്നുണ്ട്, 2, 3, 4 ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും അതെ അതേപോലെ അതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ് അതെ അതെ ഇത് നമുക്ക് ഉറപ്പാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്തായാലും വാല്യൂ ഒന്നില്ലെങ്കിൽ നമുക്ക് റെന്റിന് കൊടുത്താൽ തന്നെ ഇഷ്ടത്തിന് ആൾക്കാർ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് റിയൽ എസ്റ്റേറ്റ് ആണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റിന് കൊടുക്കുന്നത്. ഇപ്പൊ റൂം ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല, അത്രയും തിരക്കാണ്. ഒരു ചെറിയ റൂമിൽ, അതായത് അത്രയും പഴയ ബിൽഡിങ്ങിൽ നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ് ലെവലിൽ വെച്ചിട്ട് ഒരു 19,000 ദിറംസ് 20,000 ദിറംസ് നമ്മൾ കൊടുക്കണം. ഇനി അതിനും ചീപ്പായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് അത്രയും ചീപ്പായിട്ടുള്ള ബിൽഡിങ്ങിലാണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ അവിടെ ലാൻഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് അവിടെ എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര സെന്റ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ സ്ക്വയർ ഫീറ്റ് ആണ്. അവിടെ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു വില്ല, നമ്മുടെ സ്വന്തമായിട്ടൊരു വില്ല, ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ടോ എങ്ങനെയുള്ള വെക്കണമെങ്കിൽ അതെങ്ങനെയാണ്, എത്ര സെന്റ് സ്ഥലം വേണം, അല്ലെങ്കിൽ എത്ര രൂപ വരും, എന്ത് ചെലവ് വരും? ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു ടൗൺ ഹൗസോ അല്ലെങ്കിൽ വില്ല വെക്കണമെങ്കിൽ ഒരു 3,500 സ്ക്വയർ ഫീറ്റ് 4,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് ചെറിയൊരു ടൗൺ ഹൗസോ അല്ലെങ്കിൽ ചെറിയൊരു വില്ല നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. 3,000 സ്ക്വയർ ഫീറ്റ് ലാൻഡ് എടുക്കണമെങ്കിൽ മിനിമം ഏത് ഏരിയ ആയാലും കുഴപ്പമില്ല, ഒരു മിനിമം എത്ര രൂപ വേണം? അത്യാവശ്യം നല്ലൊരു സ്ഥലം ഓരോ എമിറേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ദുബായിലാണെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഷാർജയിലേക്ക് വരുമ്പോൾ ഒന്ന് കുറഞ്ഞ്, അജ്മാനിൽ വരുമ്പോൾ അതിലും കുറഞ്ഞ്, പിന്നെ ഉമ്മുൽ ഖുവൈനിൽ വരുമ്പോൾ അതിനൊന്നും കുറഞ്ഞ്. അപ്പോൾ ഓരോ എമിറേറ്റ്സിൽ ഏറ്റവും കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ ആ ഭാഗത്ത്, അതുപോലെ തന്നെ മനാമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ, അതായത് അവിടെയൊക്കെ ഡെവലപ്മെന്റ്സ് വരുന്നുള്ളൂ. നമ്മൾ സിനിമയിലൊക്കെ കണ്ട മരുഭൂമി ഇപ്പൊ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ലക്ഷം ദിറംസിന്റെ താഴെ കയ്യിലുണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്ഥലം വാങ്ങാം. അതെ അതെ, ഒരു 6-7 മാസം മുന്നേ ആ സ്ഥലത്ത് ഒരു ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 1 ലക്ഷം ദിറംസിന്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 4,000 സ്ക്വയർ ഫീറ്റ് ലാൻഡൊക്കെ കൊടുത്തിരുന്നു. അത് അവർ ഫസ്റ്റിൽ അങ്ങനെ കൊടുക്കുമ്പോൾ അത്രയും രീതിയിൽ അത് പോകും എന്നുള്ളത് അവർക്ക് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ഥലം പോയി കഴിഞ്ഞപ്പോൾ ആ സെയിം സ്ഥലത്തിന്റെ വാല്യൂ ഇപ്പം അറൗണ്ട് ഒരു 250K മേലായിട്ടുണ്ട്. അതായത് 1 ലക്ഷം ദിറംസിന്റെ താഴെ കൊടുത്ത സ്ഥലങ്ങളാണ് ഇപ്പം 250K. പക്ഷെ ഞാൻ പറഞ്ഞത് അത്രയും ഉള്ളേരിയയിലാണ്, അതായത് നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു മരുഭൂമിന്റെ ഉള്ളിലുള്ള അധികം ഡെവലപ്മെന്റ്സ് വരാത്ത ഏരിയയിൽ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും കിട്ടും, പക്ഷെ അതിനനുസരിച്ച് പൈസ കൂടുതൽ. ഒരു ഡൗട്ടാണ്, ഈ മരുഭൂമി ഇതൊക്കെ ഒരു എന്തായാലും ഗവൺമെന്റ് കീഴിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കീഴിലായിരിക്കും. അവിടെ നമുക്ക് മേടിക്കാൻ പറ്റുമോ ലാൻഡ്? ഗവൺമെൻറ് എവിടെയാണോ ഫ്രീ ഹോൾഡായിട്ട് അലോ ചെയ്തിട്ടുള്ളത് അവിടെ മാത്രം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് അവിടെ ഒരു സ്ഥലം കണ്ട് അവിടെ എനിക്ക് വാങ്ങണം, അത് കിട്ടുമെന്ന് അന്വേഷിക്കണ പോലെ അവിടെ നടക്കില്ല. ഗവൺമെൻറ് ഏതൊക്കെ സ്ഥലത്താണോ ഫ്രീ ഹോൾഡായിട്ട് പ്രോപ്പർട്ടി അലോ ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് സ്ഥലം അല്ലെങ്കിൽ വില്ല, ടൗൺ ഹൗസ്, ഇതൊക്കെ മരുഭൂമി ഏരിയകളും പെടും. അങ്ങനത്തെ സ്ഥലമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, മനാമ. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 2,000 സംതിങ് സ്ക്വയർ ഫീറ്റ് 1,700 സ്ക്വയർ ഫീറ്റ് ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ 1,700 സ്ക്വയർ ഫീറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ഥലം നമ്മുടെ പേരിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു ടൗൺ ഹൗസോ അല്ലെങ്കിൽ വില്ലൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു 3,500 സ്ക്വയർ ഫീറ്റ് വേണം. അപ്പോൾ 2-3 പ്ലോട്ടൊക്കെ ഒന്നിച്ചെടുത്ത് അത് മെർജ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവാണ്, ലാൻഡിൻ്റെ കോസ്റ്റ് കുറവാണ്. ഫസ്റ്റിലെടുത്തവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ്. കാരണം UAE എവിടെ ആയാലും വേണ്ടില്ല, സ്വന്തമായിട്ട് ആ നാട്ടിൽ അവിടുത്തെ മണ്ണിലൊരു വീട് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചെടുക്കണവർക്ക് അവർക്ക് നല്ല ലാഭത്തിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വാല്യൂ കൂടി. ഇപ്പൊ എത്ര കാലം ആക്ച്വലി ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് അവിടെ UAE പർച്ചേസ് ചെയ്യാവുന്നൊരു നിയമം? ഒരു 3 വർഷത്തിന്റെ താഴായിട്ടുള്ളൂ. ഇതിപ്പോഴും പലരിലേക്ക് എത്തിയിട്ടില്ല ആക്ച്വലി. ഇല്ല, നാട്ടില് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിയൽ എസ്റ്റേറ്റ് ആണ്. എന്ത് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫുൾ റിയൽ എസ്റ്റേറ്റ് ആണ്. പക്ഷെ ഇവിടെ നാട്ടിൽ എത്രത്തോളം അതിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ UAE കിടക്കുന്നുണ്ട് ഇനി, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി ഇപ്പോൾ ഒരുപാട് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ ഫാത്തിമ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാത്തിമയുടെ ആ ഒരു ടീം, ഈ ടീമിലേക്ക് ഒരാള് ഒരു എന്താ പറയാ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളെ പ്രോജക്റ്റ് വരുന്നത് നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനിലാണ്. ഞങ്ങൾ ഷാർജയിലാണ്, ഞാൻ ഷാർജ ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷാർജയിലെ ഡെവലപ്പറാണ്. അതുകൊണ്ട് തന്നെ ഷാർജയിലെ
ഇപ്പോൾ ദുബായ് പോലെ ചിലർക്കുണ്ട് ദുബായിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത്ര ലാഭം കിട്ടൂ, അങ്ങനൊന്നുമില്ല. UAE എവിടെയാണെങ്കിലും അതാത് എമിറേറ്റ്സിൽ അതാത് വാല്യൂ വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും. ഇപ്പോൾ ഷാർജയിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോജക്റ്റിൽ അറൗണ്ട് ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 40,000, 38, 40, 55, 60 വരെയും പോകുന്നുണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റിന്. വില്ലയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടും. ഇപ്പോൾ ലൊക്കേഷൻ തന്നെ നമ്മൾ ഏറ്റവും നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആക്സസ് എടുത്ത് പോകാൻ പറ്റുന്ന ലൊക്കേഷൻ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ലൊക്കേഷനാണ്. കാരണം അങ്ങനെ ഉള്ളിടത്താണ് ഇപ്പം ഒരുപാട് ആൾക്കാർ പോയി വരാനുള്ള എളുപ്പത്തിന് അങ്ങനെ ഉള്ളിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അവിടെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇനി അവിടെ ലാൻഡ് നോക്കുന്ന ആൾക്കാർ അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് എന്താ പറയുക, ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ, അല്ലെങ്കിൽ അവരെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെത്ര പ്രോജക്ട്സ് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ 1, 2, 3 പ്രോജക്ട്സ് ഡെലിവർ ചെയ്ത ഒരു ഡെവലപ്പർ ആണെങ്കിൽ പോലും അവരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ച് അതിൽ നമ്മൾ ചെയ്ത കിച്ചണിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഈവൻ സീലിങ്ങിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാണ് എങ്ങനെ ആയാലും. അപ്പോൾ അവരുടെ പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അവിടെ എടുത്തവരോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഡയറക്റ്റ് ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ നന്നായിട്ട് മാർക്കറ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാണ്ട് പോയിട്ട് ചാടിക്കേറി ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ ഈ സ്കാം നടക്കുന്നില്ല? ഒരുപാട് പലരും അറിയാത്ത സ്ഥലത്തൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളും അതുണ്ട്. ഒരു പ്രോപ്പർ കറക്റ്റ് ഒരു സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാവരും ഫാത്തിമനെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും നമുക്ക് എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ UAE നമുക്ക് സ്ഥലമോ ബിൽഡിങ്ങോ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ചെറിയൊരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് സ്പേസോ എന്ത് മേടിക്കണമെങ്കിലും ഇപ്പോൾ ഫാത്തിമനെ കോൺടാക്ട് ചെയ്താൽ മതി. അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളും ഇനിയിപ്പോൾ ഏറ്റവും ലോ വേണമെങ്കിൽ അതുവരെ നമുക്ക് കിട്ടും. എത്ര വർഷമായി ഫാത്തിമ അവിടെ? ഞാനിപ്പോൾ 3 വർഷമായി. 3 വർഷമായി. ഓക്കെ, അതിനുള്ള നമ്മുടെ ഒരു ടീം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് പോലെ ഒരു സംഭവം നമ്മുടെ വരുന്നുണ്ട്. നമ്മുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കൊമേഴ്ഷ്യൽ ആണ്, റെസിഡൻഷ്യൽ അല്ല. ഈവൻ റെസിഡൻഷ്യൽ ആണ് അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാണ്. അതായത് ഓഫ് പ്ലാൻ അപ്പാർട്ട്മെന്റ്സ്, സ്റ്റുഡിയോ, 1 BHK 2 BHK, പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫീസ് സ്പേസസ് ഫ്രീ ഹോൾഡ് ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാം. നമ്മുടെ സ്വന്തം പേരിൽ മേടിക്കാം. അതും കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ പല ബിസിനസ്സിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ദുബായിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ജോയിന്റ് ആയിട്ടും ചെയ്യാം. ഓക്കെ, ഇനി വേറെ കുറച്ച് കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നമ്മൾ ഇതുപോലത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് കണക്ഷൻ അത്യാവശ്യം വരുന്നുണ്ട്. ഈ കോണ്ടാക്റ്റുകളൊക്കെ കൊടുക്കുന്നത് പലരും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഡെവലപ്പറിൻ്റെ അടുത്ത് എനിക്ക് ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷേ ഡെവലപ്പറിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ചില ക്ലയൻസിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്ര ടൈം കഴിഞ്ഞ് വിളിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പറയും ഞങ്ങളെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് നമുക്ക് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അവർ ഓൾറെഡി അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ എന്ത് മാർക്കറ്റിംഗ് കോൾസ് ആണെന്നുണ്ടെങ്കിലും ഇത്ര ടൈം ടു ഇത്ര ടൈം വരെ അവരെ വിളിക്കാൻ പാടില്ല, അതിന് മുന്നേ വിളിക്കാം എന്നുള്ളൊരു ടൈം പീരീഡ് വരെ ഉണ്ട്. അപ്പോൾ ഏജൻസി ഭാഗത്ത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മുടെ കമ്പനിയിൽ വരുന്ന കോണ്ടാക്ട്സ് ആണെങ്കിലും ലീഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും അത് പുറത്ത് പോവുക അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഞാൻ പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ പറയും, ഇപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് പുറത്തറിയാതെ ആരും അറിയാതെ കുറച്ച് പൈസ എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. ഉറപ്പായിട്ടും അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. 2, ഞാൻ ആദ്യം ചോദിച്ചത്
ഒരു സ്ത്രീ ഒരു ബിസിനസ്സുമായി മുമ്പോട്ട് ഇറങ്ങുമ്പോൾ പബ്ലിക്കുമായിട്ട് ഭയങ്കര കോൺടാക്ട് ചെയ്യുമ്പോൾ ഫാത്തിമയുടെ കോൺടാക്റ്റുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് UAE എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരുപാട് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ അങ്ങനെ അയച്ച ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ഇതെന്തോ ഒരു എല്ലാവരും സ്ഥലം അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യാണെന്നുള്ള രീതിയിൽ അവരെന്തോ വലിയ കാര്യമായിട്ട് ഇവിടെ ഉള്ളവരായിരിക്കാം. പക്ഷെ എനിക്ക് നമ്പർ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നാട്ടിൽ നിന്നാണ്. കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് നല്ലത് പറഞ്ഞവരുണ്ട്, സഹായം ചോദിച്ചവരുണ്ട്, അല്ലാതെ തന്നെ വിളിച്ച് അനാവശ്യമായിട്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ് വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ DP ഇട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ വേറൊരു രീതിയിൽ വൃത്തിയായിട്ട രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ആ DP ഇടുന്നത്. അതായത് ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് അറിയാനാണ് ഞാനൊരു എൻ്റെ പേഴ്സണൽ വാട്സപ്പ് കൂടാതെ ഒരു ബിസിനസ് വാട്സപ്പ് കൂടെ തുടങ്ങിയിട്ട് നമ്മൾ അവിടെ നമ്പർ കൊടുക്കുന്നത്. പക്ഷെ ആ ഫോട്ടോ വരെ സേവ് ചെയ്ത് എടുത്തിട്ട് അനാവശ്യം ആയിട്ട് കമന്റ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടുന്ന് നാട്ടിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ എനിക്ക് തോന്നുന്നില്ല ഒരാളും അത്ര ധൈര്യത്തിൽ അത് ചെയ്യില്ല. ആ ഒരു ഉറപ്പിലാണ് നമ്മളും അത്ര ധൈര്യത്തിൽ ഈ ഒരു ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യണത്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷെ അവിടെ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു മോശം അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസോ ആ ഒരു നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും കോൾസ് വരുന്നതും മെസ്സേജ് വരുന്നതും രാത്രി വരെ കോള് ബോട്ടിമിലൊക്കെ വീഡിയോ കോള് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ കോൾ അറ്റൻഡ് ചെയ്തത് ഹസ്ബൻഡാണ്. അതുകൊണ്ട് തന്നെ അല്ല, രാത്രി 12 മണിക്ക് ശേഷമൊക്കെ ഒരു വീഡിയോ കോള് കാര്യങ്ങളൊക്കെ ബോട്ടിമിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കും ഇതാരാണ് ഈ നേരത്തെ വിളിക്കുന്നത്. എന്തായാലും കച്ചവടത്തിന്റെ ആവശ്യത്തിന് എന്തായാലും ആരും ആ നേരത്തെ വിളിക്കില്ല. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ UAE നമ്പറാണ്. അങ്ങനെ ഹസ്ബൻഡാണ് അത് കോൾ എടുത്തത്. പക്ഷെ കോൾ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആള് തന്നെ ഞെട്ടിപ്പോയി. ലാസ്റ്റ് ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ആ കോള് വന്നത്. പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല, ഞാൻ കാണാത്തോണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷെ കണ്ട ഹസ്ബൻഡ് ആളാണ് അവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങുന്നു പറഞ്ഞിട്ട് ആള് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇത് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴാണ് അറിയണത് ഈ നമ്പർ ഇവിടുന്ന് എടുത്ത നമ്പറാണ്, പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന ആള് നാട്ടിലാണെന്ന്. ഓ, അങ്ങനത്തെയും കുറെ പരിപാടികൾ ഇതിന് പറയലുണ്ട്. കാരണം ഇങ്ങനെ ഇതുപോലത്തെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അല്ല, പ്രത്യേകിച്ച് പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ഇന്ന് UAE വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. പക്ഷെ പല കമൻസും പലരും ഒരുപാട് വൃത്തികെട്ട രീതിയിലൊക്കെ പല ഏജൻസ് ഉണ്ടല്ലോ, ഫീമെയിൽ ആയിട്ടുള്ള ഏജൻസിന്റെ കമന്റ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പല വൃത്തികെട്ട രീതിയിലും അവർ കമന്റ് ഇടാറുണ്ട്. ഒന്നല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംസാര രീതിയോ അല്ലെങ്കിൽ മൊത്തത്തില്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള, അവിടെ ഇരുന്നിട്ട് ഒരാളും ആ നാട്ടിലിരുന്നുകൊണ്ട് അത്രയും വൃത്തിയായിട്ട കമന്റ് ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പുണ്ട്. അപ്പൊ ആ ബാക്കി കമന്റ്സ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടുന്ന് അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത ഏതോ രാജ്യത്തിരുന്ന് ഒരു മലയാളി ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഫാത്തിമയ്ക്ക് എന്താ പറയാനുള്ളത്? അതിപ്പോ ഞാൻ എന്താ പറയാ, എന്തായാലും ഇതൊരു എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു സംരംഭമാണ്. അതെ, കാരണം അല്ല അതിപ്പോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനിപ്പോ എന്തേലും പറഞ്ഞുകൊണ്ട് നന്നാവുന്ന ആൾക്കാരൊന്നല്ല ഈ നാട്ടിലുള്ളത്. ഇപ്പൊ അതിന്റെ തെളിവ് തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ 2 ദിവസം മുന്നേ വന്ന ന്യൂസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാലോ. ഇത് കുറച്ച് മുന്നേ നടന്ന സെയിം ഇൻസിഡന്റ് തന്നെ ഇപ്പൊ അടുത്ത നാട്ടിൽ റിപ്പീറ്റ് ചെയ്ത്. അതെ, അപ്പൊ അതിന്റെ ഒക്കെ അർത്ഥം ഇപ്പൊ ആര് എന്ത് പറഞ്ഞിട്ടും പോത്തിന്റെ ചെവിയിൽ വേദോതിട്ട് കാര്യമില്ല എന്നുള്ള പോലെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് നമ്മളൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പറയാനുള്ളവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവർക്ക് അതൊരു സുഖം പറയുമ്പോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് UAE ഇത്രയധികം ആളുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ പ്രോപ്പർട്ടിയിലൊക്കെ ഇത്ര അധികം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയേക്കുന്നത്? അതിന്റെ മെയിൻ റീസൺ ടാക്സ് ഇല്ല. ഇവിടെ നമ്മൾ വർഷം ടാക്സ് പേ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾ എത്ര മില്യൺ ദിറംസിന്റെ പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞാലും വർഷം ടാക്സോ മറ്റുള്ളതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ മെയിൻ്റനൻസ് എന്താണോ വരുന്നത് അതല്ലാതെ വേറെ ഒരു ഈ ടാക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് പല ആൾക്കാരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടാക്സ് അത്രയും നമുക്ക് കൊടുക്കാതെ ഒരു പ്രോപ്പർട്ടി അവിടെ ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ പലർക്കും പലരെ സംബന്ധിച്ചും അത് വലിയൊരു കാര്യം. പല ആവശ്യങ്ങൾക്ക് അതായത് സോഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല. വേണ്ട.
സോഴ്സ് കാണിക്കാതെ അതായത് നമുക്ക് പൈസ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ എവിടുന്ന ഈ പൈസ കൊണ്ടുവന്നത്, ഇപ്പോൾ നാട്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എവിടുന്ന്, എന്താ നിങ്ങളെ ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ജോലി, അങ്ങനൊന്നുമല്ല. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണം. അതാ പൈസയാണെല്ലാം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. നിങ്ങൾ ഈ കാശ് എവിടുന്ന് കൊണ്ടുവന്നു അങ്ങനെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയധികം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാണ് നാട്ടിൽ എന്നുണ്ടെങ്കിൽ എത്ര ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം? ശരി ശരി ശരി. ഇപ്പോൾ പല ആഡുകൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു 35-40 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കാം എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണ്. 35-40 ലക്ഷം രൂപ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാം. പക്ഷെ അതൊരു ഡൗൺ പേയ്മെന്റ് എമൗണ്ട് മാത്രമാണ്. എങ്ങനെ ആയാലും നമ്മളൊരു നല്ലൊരു അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ചെറിയൊരു പ്രോപ്പർട്ടി നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1.5 CR എങ്കിലും നമ്മുടെ കയ്യിൽ വേണം. ഇനി ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ ഒരു ലാൻഡായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ആയാലും നമുക്കൊരു 1 മില്യൺ ഒക്കെ ഒരു ബഡ്ജറ്റ് എന്തായാലും വരും. അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 CR 1.3 to ആ ഒരു റേഞ്ചിൽ പോകും. 30-35 അത് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. 30 ലക്ഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ട് പ്രോപ്പർട്ടി നമുക്ക് ബുക്ക് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ടൈമിലായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ടൈമിലായിരിക്കും, പോസ്റ്റ് ഹാൻഡ് ഓവർ ആയിരിക്കും, അങ്ങനെ പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ മേഖലയിൽ നിൽക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണോ എന്നറിയില്ല. ചില ഇതിന്റെ മീഡിയേറ്റേഴ്സ് നല്ല രസമുള്ള ഡ്രസ് കോഡിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ആൾക്കാർ അതിൻ്റെ അടിയിൽ കമന്റ് ഇടുന്നുണ്ട്, ഈ കോട്ടൊക്കെ നിങ്ങൾ വാടകയ്ക്ക് എടുത്തതല്ലേ, നിങ്ങൾ ഇപ്പോഴും ഷെയറിംഗ് റൂമിലല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായ കമന്റുകൾ വരുന്നുണ്ട്. അങ്ങനെ കമന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഞാൻ നിൽക്കാറില്ല. എൻ്റെ വേഷം ഇതാണ്. ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഇതേപോലെ തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു പർദ്ദ ഇട്ട് ഞാൻ ഇറങ്ങുമ്പോഴും എനിക്ക് വന്നൊരു കമൻറ്റ് എങ്ങനെയാ വെച്ചാൽ, ഒന്ന് കുളിച്ച് വൃത്തിയായി എക്സിക്യൂട്ടീവ് ലുക്കിൽ നടന്നൂടെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു വേഷം ധരിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു കമൻറ്റ്. ഇതിനേക്കാളും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് എക്സിക്യൂട്ടീവ് ലുക്കിൽ നടക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ ആ കോട്ട് വാടകയ്ക്ക് എടുത്തതല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് ചോദിക്കും. പല ആളുകളുടെ മെന്റാലിറ്റി വേറെയാണ്. നമ്മളിപ്പോ നോർമൽ ഡ്രസ്സ് ഇട്ടാൽ അതിന് കുറ്റം, നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതിനും കുറ്റമാണ്. അപ്പോൾ ഓക്കെ ഫാത്തിമ, ഇപ്പൊ നമ്മൾ ലാൻഡിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പൊ നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഇപ്പൊ ഇതേപോലെ ചിലപ്പോൾ വേറെയും കമ്പനികൾ ഉണ്ടാവും. ഫാത്തിമയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കണം, ഈ പറയുന്ന ഒരു ലാൻഡോ അപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും എടുക്കണം, നിങ്ങൾ എനിക്ക് തരുന്ന ഓഫറുകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഷാർജയിലെ അൽമർവാൻ ഗ്രൂപ്പിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓഫ് പ്ലാൻ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കറൻ്റ്ലി നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഓഫേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4% ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വേവറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി UAE ഓൺ ചെയ്യുമ്പോഴും അതിൻ്റെ 4% എത്രയാണോ ടോട്ടൽ വാല്യൂ വരുന്നത് അതിൻ്റെ 4% പ്രോപ്പർട്ടിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് കൊടുക്കണം. ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് ക്ലയൻസിന് അത് വേവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് 4% കംപ്ലീറ്റ്ലി. ഇപ്പോൾ നമ്മുടെ വാല്യൂ വരുന്നത് നമുക്ക് 550 തൊട്ടിട്ട് നമ്മുടെ പ്രൈസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് 1 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 850 അങ്ങനെ പോകുന്നുണ്ട്. 1.2 1.3 അങ്ങനെ പ്രൈസ് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ഏത് വാല്യൂ വരുന്ന പ്രോപ്പർട്ടി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ 4% നമ്മൾ കംപ്ലീറ്റ്ലി വേവർ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് മന്ത്ലി ഏകദേശം 2222 ദിറംസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ചും അവർക്ക് അതൊരു ഭയങ്കര ആശ്വാസമാണ്. ഇത്രയും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ഓൺ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ എന്താ പറയുക കറൻസി ഒന്ന് അതിലേക്കൊന്ന് മാറ്റി പറയാമോ?
ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മിനിമം ഏറ്റവും മിനിമം ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഇൻസ്റ്റാൾമെന്റിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം ഒരു 50,000 രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അടച്ചു പോവാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ എമൗണ്ട് ഉണ്ട്, നമുക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് അടച്ചിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺ പേയ്മെന്റ് മാത്രം പേ ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാസം ഒരു 45,000 രൂപ 50,000 രൂപ ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് UAE ഓൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തെറ്റായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ? അതുണ്ട്. അത് ഓരോ ലൊക്കേഷൻ നോക്കാതെ നമ്മൾ ചിലപ്പോൾ റേറ്റ് കൊണ്ടായിരിക്കും, പലരും റേറ്റ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പം ഇത്ര റേറ്റ് കുറഞ്ഞിട്ടോ അവിടെ അത്ര പ്രൈസ് ഉണ്ട് ഇവിടെ ഇത്ര പ്രൈസ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി നാളെ നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ പല ലിമിറ്റേഷൻസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ എപ്പോഴും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയായ രീതിയിൽ നമ്മൾ ലൊക്കേഷൻ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഫാത്തിമേനൊക്കെ പോലെ ഒരു ബിൽഡേഴ്സിന്റെ അടുത്തേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത് അതാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരാദ്യം ഇപ്പോൾ നമ്മൾ ഡെവലപ്പർ ആണെങ്കിൽ കൂടെ നമ്മൾ ഇന്ന ഡെവലപ്പർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് അവർ സെർച്ച് ചെയ്യാതിരിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് പല വീഡിയോസ് കണ്ടിട്ടും പല പ്രോപ്പർട്ടീനെ പറ്റിയിട്ടൊക്കെ അറിയാം. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏജൻസി ത്രൂ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയേറെ നമ്മൾ സംസാരിച്ചിരുന്നത് വില്ലകളും അവിടുത്തെ അപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരു വെയർ ഹൗസ് തുടങ്ങണമെങ്കിൽ അതിന് പറ്റിയ ലാൻഡുകളൊക്കെ അവിടെ അവൈലബിൾ ആണോ? അതും അവൈലബിൾ ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമൊക്കെ പേയ്മെന്റ് പ്ലാന് കിട്ടും നമുക്ക്. ഇതുള്ളത് ഷാർജയിലാണ്. ഇപ്പോൾ പല കച്ചവടക്കാരെ സംബന്ധിച്ചിട്ടും അവർക്ക് മെയിനായിട്ട് അവരൊരു കൺസേൺ ആണ് വെയർ ഹൗസ് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംഭവം. അപ്പോൾ നമുക്ക് കാലി മരുഭൂമിയാണ്, നമുക്ക് വെയർ ഹൗസ് അവിടെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് കാര്യങ്ങൾ എന്താണോ നമുക്ക് റെന്റോ കാര്യങ്ങളും മറ്റുള്ളതൊന്നും കൊടുക്കാതെ നമുക്ക് തന്നെ വെയർ ഹൗസ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ റീസെൻ്റ്ലി ആണ് അതിപ്പോൾ ലോഞ്ച് ചെയ്തത് ഷാർജയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഷാർജയിൽ വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യാം. ലാൻഡ് അവൈലബിൾ ആണ്. 1 ഇയറിൻ്റെ പേയ്മെൻറ്റ് പ്ലാന് കിട്ടും. അപ്പോൾ പല രീതിയിലും UAE ഗവൺമെൻറ് ഓരോ രീതിയിൽ ഉയർച്ച കൊണ്ടുവരാണ്, പലവർക്കും ഉപകാരമാവുന്ന രീതിയിൽ. മെയിനായിട്ട് അവിടുത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് തന്നെ റെന്റ് മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പം അത് കൂടുതൽ ആൾക്കാർക്കും യൂട്ടിലൈസ് ആവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടതാണ് നല്ലൊരു കാര്യം കൂടി. ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ വലിയൊരു സംരംഭം തന്നെയാണ്. ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇനി UAE ആയിട്ട് കണക്ട് ചെയ്തിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആളുകളുടെ ലീഡ്സ് ഒക്കെ തരികയാണെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് അല്ലെങ്കിൽ അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമയ്ക്ക് കോൺടാക്ട് ചെയ്താൽ നടക്കും. ഓൾറെഡി ഞാൻ അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അത് ഡയറക്റ്റ് ലീഡ്സ് ആണെങ്കിലും ശരി, അല്ലാതെ തന്നെ പല ഏജൻസികളാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ സാധാ കച്ചവടക്കാർ തന്നെ ഒരുപാടുണ്ട്, സ്ഥല കച്ചവടക്കാർ. അവർ വരെ കോൺടാക്ട് ചെയ്യലുണ്ട്. ഇപ്പോൾ ഇന്ന ആള് ഇന്ന പ്രോപ്പർട്ടി വേണം, നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, എന്നാൽ അവർക്ക് കമ്മീഷനും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. കാരണം അവരുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻ്റ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് UAE ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ ഗൈഡൻസും അവർക്ക് കൊടുക്കാം. ഈ പറഞ്ഞ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു ലാഭവും ഇല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അവരുടെ പോക്കറ്റും നിറയുന്ന രീതിയിൽ, എന്നാൽ ക്ലയൻറ്റിനും നല്ല റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ. അതെ, എല്ലാവരും ഹാപ്പി. അതുപോലെ തന്നെ ഇപ്പൊ ദുബായിന്ന് ഇന്ത്യയിൽ ഇതേപോലത്തെ കോണ്ടാക്ട്സുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ലാൻഡ് മേടിക്കണം അങ്ങനെയുണ്ട്. അങ്ങനെയും ഇപ്പൊ ചിലവർ നമ്മുടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ക്ലയൻസ് തന്നെ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇന്ന ഏരിയയിൽ നല്ല പ്ലോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ നല്ല റേറ്റ് കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ UAE ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിനടിയിൽ വരുന്ന മെയിൻ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ, ആ പൈസ ഉണ്ടെങ്കിൽ നാട്ടിലൊരു ഇത്ര വലിയ വീട് വെക്കാൻ.
ഞാൻ ഒരു വട്ടം അതേപോലെ ഞാൻ കമൻറ്റ് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ വെക്കുന്നതും വെക്കാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. നാട്ടിലെ പ്രോപ്പർട്ടി വിറ്റ് ഇവിടുത്തെ കംപ്ലീറ്റ് ഒന്നും ഇല്ലാതെ അല്ല അവിടെ ആളുകൾ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ അവിടുത്തെ റെസിഡൻസ് ആണെങ്കിൽ പോലും അവർക്ക് നാട്ടിലും പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ തന്നെ അവർക്ക് അവിടെയും ഓൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സെയിം ആൾക്കാർ തന്നെ അവർക്ക് ഇന്ന ഏരിയയിൽ ഇപ്പോൾ വയനാടാണെങ്കിൽ അവിടെ സ്കോപ്പുള്ള, അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ പോകുന്ന ഏരിയാസാണ്. അങ്ങനെ കുറേ ഏരിയാസിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, അവിടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നാട്ടിൽ ഇന്നത് വേണം. ഇപ്പോൾ ഈവൻ ഇവിടുത്തെ കേരള പ്രോപ്പർട്ടി എക്സ്പോ വരെ അവിടെ ഇപ്പോൾ ഷാർജയിൽ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനും സ്കോപ്പ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കുറച്ചൊന്ന് മെയിനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കറൻ്റ്ലി മാർക്കറ്റ് അനുസരിച്ച് യുഎഇയിലാണ്. എന്തായാലും ഫാത്തിമ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ആളുകൾക്ക് പുതിയ പുതിയ ബിസിനസ് സാധ്യതകളാണ് ഫാത്തിമ വഴി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. എന്തായാലും ഈ സംരംഭം ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്.